കൊല്ലത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അറഫ ദിവസമാണ്. രാത്രികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ലൈലത്തുൽ ഖദ്റാണ്, റമളാനിലെ ലൈലത്തുൽ ഖദ്ർ. എന്നാൽ പകലിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ അറഫ ദിവസത്തിന്റെ പകലാണ്. അന്ന് പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഇജാബത്തുണ്ടെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇജാബത്ത് അറഫ മരുഭൂമിയിൽ ഒരുമിച്ച് കൂടുന്നവർക്ക് മാത്രമല്ല, ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് ദുൽഹിജ്ജ 9 അറഫ ദിവസം നോമ്പുകാരായി അദബുകൾ പാലിച്ച് ആരൊക്കെ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നുവോ അവർക്ക് ഇജാബത്തുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിനൊന്ന് പ്രത്യേകം ഒരുങ്ങണ്ടേ? നമ്മളതിന് പ്രത്യേകം ഒന്ന് ഒരുങ്ങണം. അള്ളാഹുവിൽ നിന്ന് നമ്മളെ പ്രതിസന്ധികൾക്കൊക്കെ പരിഹാരം കിട്ടി ഒരു റാഹത്ത് നമ്മൾക്ക് ലഭ്യമാവണം. അതിന് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. അന്ന് അല്ലാഹുവിന്റെ റഹ്മത്ത് പ്രത്യേകം ഇറങ്ങുന്ന ദിവസമാണ്. അന്ന് ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ്. അതുകൊണ്ടാണല്ലോ മുത്തുനബി പറഞ്ഞല്ലോ, കൊല്ലത്തിൽ പിശാച് ഏറ്റവും സങ്കടപ്പെട്ട് ദുഃഖിതനായി ഇളിമ്പ്യനായി പൊട്ടി കരയുന്ന ദിവസം അറഫ ദിവസമാണ്. അത് പറഞ്ഞപ്പോ സഹാബികൾ ചോദിച്ചു, എന്താ നബി അതിന്റെ കാരണം? അറഫ ദിവസത്തേക്കാൾ പിശാചി ഇളിമ്പ്യനാകുന്ന നിന്ദ്യനാകുന്ന സങ്കടപ്പെട്ട് കരയുന്ന മറ്റൊരു ദിവസവുമില്ല. സഹാബികൾ ചോദിച്ചു, വമാദാക യാ റസൂലല്ലാഹ്, എന്താ നബിയെ കാരണം? എന്തിനാണ് പിശാചെന്ന് ഇളിമ്പിനായി പൊട്ടിക്കരയുന്നത്? ഉടനെ ഫഖാല, ഹബീബായ നബിയുടെ മറുപടി ഇങ്ങനെയാണ്, വമാദാക ഇല്ലാ ലിമാ യറാ ഫീ മിൻ തനസ്സുലിർ റഹ്മതി വതജാവുസില്ലാഹി അനിദ്ദുനൂബിൽ ഇലാം. അറഫ ദിവസത്തിൽ ഇളിമ്പ്യനായി പിശാച് പൊട്ടിക്കരയാനുള്ള കാരണം അന്ന് ചില കാര്യങ്ങൾ അവൻ കാണും. അന്ന് അള്ളാഹുവിന്റെ റഹ്മത്ത് പേമാരി പോലെ പെയ്തിറങ്ങും. പേമാരി പോലെ അള്ളാഹിന്റെ റഹ്മത്ത് പെയ്തിറങ്ങും. മാത്രമല്ല അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കും. വതജാവുസില്ലാഹി അനിദ്ദുനൂബിൽ ഇലാം. എത്ര വലിയ തെറ്റുകൾ ചെയ്താലും അന്നത്തെ ദിവസം അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞ് മാപ്പ് ചോദിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കും. അതുകൊണ്ട് ആ ഒരു ദിവസത്തെ നമ്മൾ പരിഗണിക്കണം. പറ്റാവുന്നവരൊക്കെ അന്ന് നോമ്പ് നോൽക്കണം. ദുൽഹിജ്ജ 8 നോമ്പ് നോൽക്കൽ സുന്നത്താണ്. ദുൽഹിജ്ജ 8 ഒരാൾ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുക്കുന്ന കൂലി അയാൾക്ക് അള്ളാഹു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 8 യൗമു തർവിയ എന്നാ പറയാ, നോമ്പ് നോൽക്കൽ സുന്നത്താണ്. 9 ഏറ്റവും പ്രബലമായ സുന്നത്താണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മാ മിനസ് സനത്തി യൗമുൻ അഹബ്ബു ഇലയ്യ അൻ അസൂമഹു മിൻ യൗമി അറഫ. അറഫ ദിവസത്തേക്കാൾ സുന്നത്ത് നോമ്പെടുക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ദിവസവുമില്ല. അറഫ നോമ്പാണ് സുന്നത്ത് നോമ്പുകളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ഇഷ്ടമുള്ള നോമ്പ് എന്ന് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അത് തുകഫിറു സനത്തൽ മാലിയ വസനത്തൽ ബാക്കിയ. കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കും, ഇനി വരാനുള്ള ഒരു വർഷത്തെ ദോഷങ്ങളും പൊറുപ്പിക്കും. ഈ ഹദീസ് വിശദീകരിച്ച് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, വരാനുള്ള ഒരു കൊല്ലത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കണമെങ്കിൽ ആ ഒരു കൊല്ലം ജീവിച്ചിരിക്കണ്ടേ? അപ്പോൾ ഇതൊരു സന്തോഷ വാർത്ത കൂടിയാണ്. ഒരു കൊല്ലം കൂടെ ദീർഘായുസ് ലഭിക്കും. ആ ഒരു സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വഹ്യ് കൊണ്ടല്ലാതെ മുത്ത് റസൂൽ സംസാരിക്കില്ലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ആ അറഫ ദിവസത്തിൽ നോമ്പുകാരാവണം, നോമ്പെടുക്കണം. 3 വിഭാഗം ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവരുടെ വായയുടെ സുഗന്ധം കൊണ്ടും അവരുടെ മഹത്വം കൊണ്ടും മഹാന്മാരായ മാലാഖമാർ അവരെ മുസാഫഹത്ത് ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 വിഭാഗം ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവരെ എതിരേൽക്കാൻ, അവരെ സ്വീകരിക്കാൻ മാലാഖമാര് കയ്യും നീട്ടി കാത്തിരിക്കും.
അതിൽ ഒരു വിഭാഗം ശുഹദാക്കളാണ്, മറ്റൊരു വിഭാഗം റമളാൻ മാസത്തിൽ നോമ്പെടുക്കുകയും നിസ്കരിക്കുകയും ചെയ്തവർ. മൂന്നാമത്തേത് അറഫാ ദിവസത്തിൽ നോമ്പെടുത്തവരാണ്. ഈ ദുൽഹിജ്ജ 1 മുതലേ നോമ്പെടുത്ത് വരുന്നവരൊക്കെ ഉണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ആ നോമ്പിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ഖൈറും സലാമത്തും സന്തോഷവും തരട്ടെ. മാത്രമല്ല മുഅ്മിനെ, കൊല്ലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് എത്തുകാക്കുന്ന ദിവസം ഏതാണ് ആ ദിവസം? അത് അറഫാ ദിവസമാണ്. മാ മിൻ യൗമിൻ അക്സറു മിൻ അൻ യുഅതിഖല്ലാഹു അസ്സ വജല്ല ഫീഹി അബ്ദൻ ഔ അമതൻ മിനൻ നാർ മിൻ യൗമി അറഫാ وإنه ليدنو ثم يباهي بهم الملائكة. കൊല്ലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് ഇത്കാക്കാൻ കണക്കാക്കിയ ദിനം അത് അറഫാ ദിനമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് റബ്ബിനോട് മനസ്സറിഞ്ഞ് അല്ലാഹുമ്മ ഇത്ഖിനി മിനന്നാർ വദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ആ ദിക്ർ വർദ്ധിപ്പിക്കണം. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. ആ ദിക്ർ വർദ്ധിപ്പിക്കണം. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ആ ദിക്ർ വർദ്ധിപ്പിക്കണം. എല്ലാ അർത്ഥത്തിലും ദിക്ർ കൊണ്ടും ദുആ കൊണ്ടും ആ ദിവസത്തെ ധന്യമാക്കണം. ദുആഇന് ഏറ്റവും ഖൈറായ ദിവസം അറഫാ ദിവസമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ദുആഇന് അല്ലാഹു ഏറ്റവും വില കൽപ്പിക്കുന്ന ദിവസം അറഫാ ദിവസമാണ്. ഇതാ നമ്മിലേക്ക്